നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലവർഷം 1200 ഇടവമാസം 8-ാം തീയതി, അതായത് 1947 ജ്യേഷ്ഠമാസം, അതായത് ശകവർഷം പ്രകാരം വൈകാശി മാസം അവസാനിച്ചു. ജ്യേഷ്ഠമാസം 1-ാം തീയതി വ്യാഴാഴ്ചയും പൂരിരുട്ടാതി നക്ഷത്രവും കൃഷ്ണപക്ഷ ദശമിയും വരുന്ന ദിവസം. സൂര്യോദയം വരുന്നത് 5:45 AM, സൂര്യാസ്തമനം 6:25 PM, രാഹുകാലം 1:40 PM മുതൽ 3:15 PM വരെയും, ഗുളികകാലം 8:55 AM മുതൽ 10:30 AM വരെയും, യമകണ്ഠകാലം 5:45 PM മുതൽ 7:20 PM വരെയും, അഭിജിത്ത് മുഹൂർത്തം 11:41 AM മുതൽ 12:03 PM വരെയും, 12:07 PM മുതൽ 12:20 PM വരെയുമാണ്. ചന്ദ്രാഷ്ടമം വരുന്നത് കർക്കിടകം രാശിക്കാർക്ക്. ജ്യേഷ്ഠമാസം തുടങ്ങുന്നു, വ്യാഴാഴ്ചയാണ്, പൂരിരുട്ടാതി നക്ഷത്രമാണ്. ഇക്കാരണത്തിൽ ദശമി തിഥിയുമൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്. പുരട്ടാതി നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ വ്യാഴമാണ്. അതുപോലെ തന്നെ വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ്, കുംഭക്കൂറാണ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. ഗുരു പൂജ ചെയ്യുന്നതിന് ഗുരുക്കന്മാരുടെയും ദൈവിക കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നത്, ആത്മീയ പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്നത്, നവഗ്രഹത്തിലും ഭാഗവത സപ്താഹത്തിലും ഒക്കെ പങ്കെടുക്കുന്നതൊക്കെ വളരെ വിശേഷമുള്ള ദിവസമാണ്. അപ്പോൾ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇടവമാസം 8-ാം തീയതി ആയതുകൊണ്ട് തന്നെ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ചാൽ, സന്താന ഗോപാലമൂർത്തിയായ പൂർണ്ണത്രയീശനെ പ്രാർത്ഥിക്കുന്നു. വ്യാഴാഴ്ച വ്രതം എടുക്കുമ്പോൾ സന്താനങ്ങളുടെ കാര്യങ്ങൾക്കെല്ലാം ഒരു തീർപ്പ് ആവുന്നു. അതായത് സ്കൂൾ തുറക്കാൻ പോകുന്ന സമയമാണ്, കുട്ടികൾക്കൊക്കെ ഉപരിപഠനത്തിനുള്ള ശ്രമങ്ങൾ നടത്തുന്ന സമയമാണ്, നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടണം, കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലെല്ലാം വളരെ ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ്. അപ്പം വ്യാഴാഴ്ച ദിവസം വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെ ഗുണഫലങ്ങൾ ചെയ്യും. ഈ ദിവസം മഞ്ഞ വസ്ത്രം ധരിക്കുന്നത്, മഞ്ഞപ്പട്ട് ഭഗവാന് സമർപ്പിക്കുന്നത്, താമരമാല, തുളസിമാലയൊക്കെ ഭഗവാന് സമർപ്പിക്കുന്നത്, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ മന്ത്രം ജപിക്കുന്നത്, അതുപോലെ തന്നെ ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദമേ രമാ രമണ വിശ്വേശ വിദ്യാമാശി പ്രയച്ഛമേ, വിദ്യാഗോപാല മന്ത്രാർച്ചന ചെയ്യുന്നത്, വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നത്, ഭാഗവത സപ്താഹത്തിലൊക്കെ പങ്കെടുക്കുന്നത്, അതുപോലെ തന്നെ വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് വ്യാഴപ്രീതി വരുത്തുന്നതോടൊപ്പം തന്നെ ദൈവാധീനം വർദ്ധിക്കുന്ന ദിവസമായതുകൊണ്ട് ഗുരുക്കന്മാരെയൊക്കെ ആദരിക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ വിഷ്ണു അഷ്ടോത്തരം ജപിക്കാം, അതും ഗുണഫലങ്ങൾ നൽകുന്നതാണ്. ബഹളാമുഖി പൂജയൊക്കെ ചെയ്യുന്നതും വ്യാഴാഴ്ച ദിവസം ചെയ്താൽ വ്യാഴാഴ്ച ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം ദൈവീക അനുഗ്രഹം കൂടുതൽ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെ അതിനൊക്കെയായി നമുക്ക് സമയം കണ്ടെത്താവുന്നതാണ്. അപ്പം നമുക്ക് ഈ ദിവസത്തെ, അതായത് 22/5/2025 ഗ്രഹനില ഒന്ന് പരിശോധിക്കാം. സൂര്യൻ നിൽക്കുന്നത് ഇടവൻ രാശിയിലാണ്, ഉദയവും ഇടവത്തിൽ തന്നെയാണ്. ചന്ദ്രൻ നിൽക്കുന്നത് കുംഭൻ രാശിയിലാണ്, ചൊവ്വ കർക്കിടകത്തിൽ, ബുധൻ മേടത്തിൽ, മിഥുനത്തിൽ വ്യാഴം, മീനത്തിൽ ശുക്രനും മന്ദനും, ചിങ്ങത്തിൽ ശിഖയും, ഗുളികോദയം വന്നിരിക്കുന്നതാവട്ടെ കർക്കിടകം രാശിയിലാണ്. അപ്പോൾ ഈ ഗ്രഹസ്ഥിതി പ്രകാരം 27 നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എല്ലാവരും വ്യാഴപ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുന്നത്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നതൊക്കെ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നതിന്, ദൈവപ്രീതി വരുത്തുന്നതിനൊക്കെ സഹായകമാകും.
പരീക്ഷയൊക്കെ ക്കൊക്കെ പോകുന്നവർക്ക്, ഇൻ്റർവ്യൂകൾക്കൊക്കെ പോകുന്നവർക്ക് രാജഗോപാല മന്ത്രം ജപിക്കുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ സന്താന ഗോപാല മന്ത്രം, സന്താനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട്, സന്താന ലബ്ധിക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നവർക്ക് സന്താന ഗോപാല മന്ത്രം ജപിക്കുന്നത് നന്നായിരിക്കും. ഓം ദേവകീ സുത ഗോവിന്ദ വാസുദേവ ജഗൽപതി ദേഹിമേ തനയും കൃഷ്ണാത്വമഹം ശരണം ഗതഃ എന്നുള്ള സന്താന ഗോപാല മന്ത്രം ജപിക്കുക. അത് സന്താനങ്ങളുടെ സൽകീർത്തിക്ക് വേണ്ടിയിട്ട്, സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട് മന്ത്രങ്ങളിൽ ഒരു ഭാഗം മാത്രമാണത്. അതുപോലെ തന്നെ രാജഗോപാല മന്ത്രം ഒരു വശ്യമന്ത്രമാണ്. അപ്പോൾ ഭഗവാനെ പ്രീതിപ്പെടുത്തിയാൽ ഇൻ്റർവ്യൂ ഒക്കെ നല്ല രീതിയിൽ നടക്കുമെന്ന് പറയും. ഓം കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനേ സ്വാഹ. ഓം കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനയ സ്വാഹ. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിക്കൂ. തീർച്ചയായും ഫലസിദ്ധി ഉറപ്പാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 22/5/2025 വ്യാഴാഴ്ച ശ്രമകരമായ പ്രവർത്തനങ്ങളെല്ലാം വിജയപഥത്തിലെത്തിക്കുവാൻ സാധിക്കും. നിഷേധാത്മകമായ നിലപാടിൽ നിന്നും ഒഴിഞ്ഞുമാറി യുക്തിപൂർവം ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ ഒരു ഉൾപ്രേരണയുണ്ടാകണം. അശരണർക്കും അനാഥർക്കും അന്നവസ്ത്രാദിക ദാനം ചെയ്യുന്നതോടുകൂടി അല്പം ആശ്വാസം വന്നു ചേരും. വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായ പ്രവൃത്തികൾ സമയബന്ധിതമായി ചെയ്യുവാനുള്ള ഒരു കഴിവ് നേടും. നിർത്തിവെച്ച വിദേശ ബന്ധമുള്ള വ്യാപാര വിപണനങ്ങളൊക്കെ പുനരാരംഭിക്കും. ആജ്ഞാനുവർത്തികളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാവും. അത് യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുന്നതിനാലും ദീർഘവീക്ഷണത്തോടു കൂടിയതുമായകയാൽ സർവാത്മന സ്വീകരിക്കും. അതായത് ആജ്ഞാനുവർത്തികളുടെ നിർദ്ദേശങ്ങളെല്ലാം തന്നെ അത് യാഥാർത്ഥ്യങ്ങളുമായി അതിനോട് പൊരുത്തപ്പെടുന്നതുകൊണ്ട് ദീർഘവീക്ഷണത്തോടു കൂടിയുള്ളതുമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കുവാൻ ശ്രമിക്കും. അത് മനസ്സുകൊണ്ട് തന്നെ അത് സ്വീകരിക്കുകയും സ്വീകരിക്കുന്നത് വഴി അത് ഫലപ്രാപ്തിയിൽ എത്തുകയും ചെയ്യും. ബന്ധുമിത്രാദികളുടെ സ്വകാര്യ കുടുംബകാര്യങ്ങളിൽ ഏർപ്പെടുന്നത് ശത്രുതയ്ക്ക് ഇടവരുത്തും. അതുകൊണ്ട് ആരുടെയും, ബന്ധുമിത്രാദികളുടേതല്ല, ഒരാളുടെയും സ്വകാര്യ കുടുംബകാര്യങ്ങളിൽ ഏർപ്പെടുന്നത്, അതിലുമായി ബന്ധപ്പെടുന്നത് അത്ര നന്നായിരിക്കില്ല. വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കണം. ഉയരങ്ങൾ പിടിച്ചെടുക്കാനുള്ള ത്വരയിൽ ഉപകാരം ചെയ്തു തന്നവരെ മറക്കാതിരിക്കുക. ഉപകാരങ്ങൾ നമുക്കിങ്ങനെ ഉയരങ്ങളൊക്കെ പിടിച്ചെടുക്കുവാനുള്ളൊരു സമയമാണ്. പക്ഷേ ഉപകാരം ചെയ്തവരെ മറക്കാതിരിക്കാൻ ശ്രമിക്കുക. സഹോദര സുഹൃത്ത് സഹായ ഗുണത്താൽ നിലനിൽപ്പിന് ആധാരമായ ഉദ്യോഗമൊക്കെ ലഭിക്കും. സഹോദരങ്ങളുടെയൊക്കെ ഇടപെടൽ മൂലം നല്ല ജോലി ലഭിക്കുവാനൊക്കെയുള്ള യോഗം കാണുന്നുണ്ട്. ഏത് കാര്യത്തിലും ഇറങ്ങുമ്പോൾ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷം രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റെടുക്കുന്ന ഏത് പ്രവൃത്തികളും വാഗ്ദാനങ്ങളുമൊക്കെ, അതായത് നൽകിയ വാഗ്ദാനങ്ങൾ, ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ, ഇവയൊക്കെ പ്രാവർത്തികമാക്കുന്നതിന് ശ്രമിക്കും. വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിന് ശ്രമിക്കും. അതുപോലെ ഏറ്റെടുക്കുന്ന പ്രവൃത്തികളെല്ലാം നല്ല രീതിയിൽ ചെയ്ത് തീർക്കുവാൻ ശ്രമിക്കും. ഭൗതിക ജീവിതത്തിൽ അല്പം ഹെൽത്ത് ഇഷ്യൂസൊക്കെ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാം. അതുകൊണ്ട് ആയുർവേദ ചികിത്സയൊക്കെ ആവശ്യമായി വന്നേക്കാം. നിരവധി ആശയങ്ങൾ ചിന്താമണ്ഡലത്തിൽ ഇങ്ങനെ ഉദിക്കുമെങ്കിലും ഒന്നും അങ്ങോട്ട് തൃപ്തി വരാതെ ചിലതൊക്കെ തള്ളിക്കളഞ്ഞ് കാച്ചിക്കുറുക്കി ഏറ്റവും നല്ലത് മാത്രം എടുത്ത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ഒരു പരിധിയിലകം പണം അധികം മുടക്കിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നതാണ് നല്ലത്. ഓഹരി വിപണിയിൽ നിന്നും അല്പസ്വല്പം ലാഭം പ്രതീക്ഷിക്കാം. സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും ഒക്കെ ആവശ്യമാണ്. പണം വന്നു ചേരുവാൻ യോഗമുള്ളതുപോലെ തന്നെ പണം നഷ്ടപ്പെടാനും യോഗമുണ്ട്. അതുകൊണ്ട് തന്നെ കരുതി പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും.
വർദ്ധിക്കും. മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിക്കുന്നതിനാൽ ആത്മസംതൃപ്തി തോന്നും. ചിന്താമണ്ഡലത്തിൽ ഒതുങ്ങാത്ത വിഷയങ്ങളെ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. അത് ഓർത്തും ഇങ്ങനെ മനസ്സ് വ്യാകുലപ്പെടാതിരിക്കുക. പക്ഷഭേദമില്ലാതെയുള്ള പ്രവർത്തനങ്ങൾ എല്ലാം ലക്ഷ്യപ്രാപ്തിയിലെത്തും. വിഭവ സമാഹരണ യത്നത്തിൽ ഫലപ്രാപ്തി നേടും. അപര്യാപ്തതകളൊക്കെ മനസ്സിലാക്കി സാഹചര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുന്നതുകൊണ്ട് ജീവിത പങ്കാളിയോടുള്ള ആദരവും ബഹുമാനവും ഒക്കെ വർദ്ധിക്കുകയും സ്വസ്ഥമായ കുടുംബജീവിതത്തിന് അത് വഴി തുറക്കുകയും ചെയ്യും. ധൈര്യക്കുറവിനാൽ പലപ്പോഴും ആവശ്യമുള്ള വസ്തുതകൾ മേലുദ്യോഗസ്ഥരുടെ മുമ്പിലോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ മുമ്പിലോ അവതരിപ്പിക്കാൻ മടി കൂടാതെ അവതരിപ്പിക്കുക. അപ്പോൾ വിജയം തീർച്ചയായും സുനിശ്ചിതമാണ്. മനസ്സുകൊണ്ട് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ ജപിച്ചുകൊണ്ട് സാക്ഷാൽ ഗുരുവായൂരപ്പനെ മനസ്സിൽ കണ്ടുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യൂ. തീർച്ചയായും ഈ ദിവസം നല്ല ശോഭനമായി തീരുന്നതാണ്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പരീക്ഷണങ്ങൾ ആവശ്യമായി വരുന്ന ദിവസമാണ്. അധികാര പരിധിയിൽപ്പെടുന്ന കാര്യങ്ങൾ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുവാനായിട്ട് പ്രാവർത്തികമാക്കുവാൻ വേണ്ടി നല്ല പരിശ്രമം ആവശ്യമായി വരും. അവഗണിക്കപ്പെട്ട അവസ്ഥകളൊക്കെ മാറി എല്ലാം തന്നെ പരിഗണിച്ചു തുടങ്ങി എന്നറിയുമ്പോൾ ആശ്വാസം തോന്നും. യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാത്ത ബന്ധുക്കളുടെ വിമർശനങ്ങൾക്ക് മറുപടിയൊക്കെ പറയാതിരിക്കുന്നതാണ് നല്ലത്. കുടുംബത്തിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ച് നാട്ടിലേക്ക് വരുവാനുള്ള അപേക്ഷയൊക്കെ കൊടുക്കും. അനാരോഗ്യകരമായ അവസ്ഥാവിശേഷത്താൽ പലപ്പോഴും അവധി വേണ്ടി വന്നേക്കാം. ആരോഗ്യ പ്രശ്നങ്ങൾ ഔഷധ സേവ കൊണ്ട് തന്നെ പരിഹരിക്കുവാൻ ശ്രമിക്കണം. മാനസികാരോഗ്യം വീണ്ടെടുക്കുന്നതിനും ശ്രമിക്കണം. ഏറ്റെടുത്ത ദൗത്യം വിജയപഥത്തിലെത്തിക്കുവാൻ നല്ല കഠിന പ്രയത്നം ആവശ്യമായി വരുമെങ്കിലും വിജയം ഉറപ്പാണ്. സഹപ്രവർത്തകരുടെ സഹായവും വേണ്ടിവരും. അവരെയൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് പ്രവർത്തനങ്ങൾ ഭംഗിയായി ചെയ്തു തീർക്കുവാൻ സാധിക്കും. പണം കടം കൊടുക്കുന്നതും കടം വാങ്ങുന്നതും ജാമ്യം നിൽക്കുന്നത് കുറുക്കി ചേരുന്നതൊക്കെ ഒന്ന് ആലോചിച്ച് മാത്രം ചെയ്യുന്നത് നന്നായിരിക്കും. അവതരണ ശൈലിയിൽ അബദ്ധങ്ങളൊന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രവർത്തന മേഖലകളിൽ ഒരു വ്യത്യസ്തമായ ശൈലി ആവിഷ്കരിക്കുന്നതിനാൽ തീർച്ചയായും അല്പം ശ്രദ്ധ മറ്റുള്ളവരുടെ ശ്രദ്ധ തന്നിലേക്ക് വന്നു ചേരും. എന്നിരുന്നാലും വിജയസാധ്യത വളരെ കൂടുതലാണ്. കർമ്മനിരതമായിരുന്നു കൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അടുക്കും ചിട്ടയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ എല്ലാ കർമ്മങ്ങളും വിജയത്തിൽ എത്തിച്ചേരും. ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ഒരു ദിവസമായി തീരട്ടെ. വിഷ്ണു പ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യിടുമ്പോൾ കൂടുതൽ സന്തോഷവും സമാധാനവും സൗഭാഗ്യവും വന്നു ചേരുന്നതാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു സാഹചര്യം വന്നു ചേരും. ബന്ധുക്കൾക്കിടയിൽ അത് ഒരു ചർച്ചയ്ക്ക് വിഷയമാവുകയും ചെയ്യും. സങ്കീർണങ്ങളായ വിഷയങ്ങളാണെങ്കിലും സമയോചിതവും യുക്തിപൂർവമായ ഇടപെടലുകളാൽ അത് വിജയത്തിലെത്തിക്കുവാൻ സാധിക്കും. ആ അനിശ്ചിതാവസ്ഥകളൊക്കെ മാറ്റി ശരിക്കും കർമ്മരംഗം കൂടുതൽ ശോഭനമാക്കി തീർക്കുവാൻ സാധിക്കും. ശത്രുതാ മനോഭാവത്തിലിരുന്നവരുടെ പലരുടെയും ആ ശത്രുതയെല്ലാം മാറി മിത്രഭാവത്തിൽ വരുന്നു എന്നുള്ളതൊരു വലിയ ആശ്വാസമാണ്. ഓരോരുത്തരുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾ സാധിക്കണമെന്ന രീതിയിൽ മിത്രഭാവത്തിലൊക്കെ വന്നു ചേർന്നവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് പൊതു നന്മയ്ക്കായി പ്രവർത്തിക്കുക. അപ്പോൾ തീർച്ചയായും ഗുണഫലം ഉണ്ടാകും. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്ന് വിചാരിച്ച് നിൽക്കാതെ പൊതുവായ നന്മയാണ് നമ്മുടെ ലക്ഷ്യം. മറ്റുള്ളവർ ചിന്തിക്കുന്നത് പോലെ എനിക്ക് ജീവിക്കുവാനാവില്ല, ഞാൻ എൻ്റെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പൊതുവായ ഒരു നന്മയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് കരുതി മുന്നോട്ട് പോകുമ്പോൾ വിജയസാധ്യത ഉറപ്പാണ്.
പുതിയ ആത്മബന്ധം ഉടലെടുക്കുകയും എടുക്കും. പക്ഷെ അത് ആത്മാർത്ഥമാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം അതിൽ ഉറച്ചു നിൽക്കുന്നത് നന്നായിരിക്കും. ആത്മബന്ധം എന്ന് പറയുന്നത് ആത്മാർത്ഥതയുടെയും കൂടെ ഒരു ആത്മാർത്ഥതയുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം അതൊരാത്മബന്ധമാക്കി മാറ്റുക. സ്ഥാപനത്തിൻ്റെ വിഷയാവസ്ഥ മനസ്സിലാക്കി കർമ്മ മേഖലയിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്തുന്നത് നന്നായിരിക്കും. എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ വളരെയേറെ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. സ്വന്തം ആശയവും അന്യരുടെ പണയവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ ക്രമാനുഗതമായ വളർച്ചയൊക്കെ ഉണ്ടാകും. ഏറെക്കുറെ പൂർത്തിയാക്കിയ ഗ്രഹം നല്ല രീതിയിൽ അവിടെ ഗൃഹപ്രവേശമൊക്കെ നടത്തി താമസം തുടങ്ങുവാൻ സാധിക്കും. ഏറെക്കുറെ എല്ലാം ചെയ്ത കാര്യങ്ങളെല്ലാം അല്പം വിജയം തന്നെയാണ് ഉണ്ടാകുന്നത്. ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ അല്പം പരീക്ഷണങ്ങളെ അതിജീവിക്കേണ്ടതായി വന്നാൽ പോലും വിഷ്ണു ഭഗവാന്റെ സഹായത്തോടുകൂടി മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തോടുകൂടി സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് ദുർഗാദേവിയുടെയും കൂടെ സഹായ സഹകരണത്തോടെ കുടുംബപരദേവതയുടെ അനുഗ്രഹത്തോടെ ഒരു നല്ല ദിവസം ഉണ്ടാവട്ടെ, ഒരു നല്ല ദിവസമായി തീരട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ ശൈലി ആവിഷ്കരിക്കുന്നതിനാൽ അവിസ്മരണീയമായ നേട്ടം പ്രതീക്ഷിക്കാം. കർമ്മരംഗത്ത് ഇതുവരെ ഇല്ലാത്ത ഒരു വല്ല നേട്ടങ്ങൾ വന്നു ചേരും. സഹപ്രവർത്തകർ പലപ്പോഴും അവധിയിലായതിനാൽ അവരുടെയും കൂടെ ജോലി ഏറ്റെടുത്ത് ചെയ്യേണ്ടതായി വരും. അശ്രാന്ത പരിശ്രമത്താൽ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മുന്നേറുവാനുള്ള അവസരം വന്നു ചേരും. വിദ്യാർത്ഥികളിൽ അനുസരണമില്ലായ്മയും അലസതയുമൊക്കെ വന്നു ചേരും. അതെല്ലാം മാറ്റി കുറച്ച് കാര്യക്ഷമമായി പ്രവർത്തനങ്ങൾ ചെയ്യുവാനായി അവരെ പ്രേരിപ്പിക്കുക, അവർക്ക് വേണ്ട പിന്തുണ നൽകുകയും ചെയ്യുമ്പോൾ അവരിലെ എല്ലാവിധ ആലസ്യങ്ങളും മാറിക്കിട്ടും. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ടിപ്സൊക്കെ ചെയ്യാനായിട്ട് അവർക്ക് കുറച്ച് അവരുടെ കൂടെയാണ് തങ്ങൾ എന്ന ബോധം വരുത്തുമ്പോൾ തീർച്ചയായും കുട്ടികൾ നേർവഴിക്ക് തന്നെ വരികയും ചെയ്യും. വ്യാഴാഴ്ച വ്രതമൊക്കെ എടുത്ത് സന്താന ഗോപാലമൂർത്തിയായ പൂർണ്ണത്രയീശനെ പ്രാർത്ഥിക്കുമ്പോൾ സന്താനങ്ങളുടെ കാര്യത്തിൽ, അവരുടെ വിവാഹ കാര്യത്തിൽ, അവരുടെ പഠന കാര്യത്തിൽ, അവരുടെ എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി കൊടുക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ കർമ്മരംഗത്ത് കൂടുതൽ ശോഭിക്കുവാനായി വളരെ ആത്മാർത്ഥമായ പരിശ്രമം നടത്തുന്നത് വഴി വിജയം സാധ്യമാവും. വിജ്ഞാനപ്രദമായ വിഷയങ്ങളും സന്ദേശങ്ങളും ഒക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആത്മീയ പ്രഭാഷണങ്ങൾ നടത്തുന്നത് വഴി ആത്മജ്ഞാനം വർദ്ധിക്കും. വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ മനസ്സംതൃപ്തിയോടുകൂടി ചെയ്തു തീർക്കുവാൻ സാധിക്കും. അന്യരുടെ പണമൊക്കെ എല്ലാവരും കൂടെ കൂട്ടായ പ്രവർത്തനങ്ങൾ മൂലം മറ്റുള്ളവരുടെയും കൂടെ പണവും സമയവും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കി വിജയിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഒരു വലിയ കാര്യം ചെയ്തു എന്നുള്ള ഒരു സംതൃപ്തി മനസ്സിലുണ്ടാകും. ആ സംതൃപ്തി നിലനിർത്തി കൊണ്ടുപോകുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുന്നത് നന്നായിരിക്കും. വെല്ലുവിളികളെ അതിജീവിക്കുവാനുള്ള ആത്മധൈര്യം ആർജിക്കും. ആദർശങ്ങൾ സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കുവാൻ അല്പം ത്യാഗമൊക്കെ ചെയ്യേണ്ടതായി വരുമെങ്കിലും വിജയസാധ്യത ഉറപ്പാണ്. രാശിനാഥനായ സൂര്യഭഗവാനെയും വിഷ്ണു ഭഗവാനെയും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കും. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചിരപരിചിതമായ ദൃഷ്ടിപഥത്തിലുള്ളതുമായ പ്രവൃത്തികളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നതുകൊണ്ട് അതിലൊക്കെ ഏർപ്പെടുന്നതുകൊണ്ട് ഏറെക്കുറെ ഒരു നല്ല ഫലം പ്രതീക്ഷിക്കാം. പൊതുപ്രവർത്തനങ്ങൾക്ക് സാരഥ്യസ്ഥാനം വഹിക്കുവാനൊക്കെയുള്ള യോഗം വന്നു ചേരും. നിലവിലുള്ള പാഠ്യപദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്തുവാൻ ശ്രമിക്കും. അതും നല്ല രീതിയിൽ അവതരിപ്പിക്കുവാനും ശ്രമിക്കും. അതൊക്കെ വിജയസാധ്യത വരുത്തുന്നതാണ്. പുതിയ തലമുറയിലുള്ളവരുടെ ഐക്യത
യുടെ ഐക്യത നിലനിർത്തിക്കൊണ്ട് അവരുമായി അവരുടെ കൂട്ടായ്മയിൽ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുന്നത് വഴി എല്ലാവരുടെയും ഒരു സന്തോഷവും സംതൃപ്തിയുമൊക്കെ നമുക്ക് പ്രവർത്തനങ്ങളിൽ കാണുവാൻ കഴിയും. ആത്മാർത്ഥതയും അതോടുകൂടി വർദ്ധിക്കും. ഏറെക്കുറെ എല്ലാ പ്രവർത്തനങ്ങളെയും വിജയത്തിലെത്തിക്കുവാൻ സാധിക്കും. വസ്തുതർക്കമൊക്കെ ബന്ധപ്പെട്ടവരുടെ മധ്യസ്ഥതയിൽ ഒത്തുതീർപ്പിലാക്കാനുള്ള സാഹചര്യം വന്നു ചേരും. സത്യസന്ധമായ പ്രവർത്തനങ്ങൾ ആത്മാർത്ഥതയോടുകൂടി അവതരിപ്പിക്കുന്നതിനായിട്ട് സാധിക്കും. അതുവഴി വിജയസാധ്യത ഉറപ്പാണ്. മറ്റുള്ളവരുടെ മനസ്സിൽ തങ്ങൾക്ക് സ്ഥാനം ലഭിക്കും. പഠിച്ച വിഷയങ്ങൾ പലപ്പോഴും ആവശ്യത്തിന് പ്രയോഗിക്കാൻ പറ്റാതെ വരുമ്പോഴെല്ലാം ആത്മധൈര്യം മുന്നിൽ നിർത്തിക്കൊണ്ട് പഠിച്ചത് കാര്യങ്ങളൊക്കെ ഒന്നും കൂടി പുനർപരിചിന്തനം ചെയ്തുകൊണ്ട് പിന്നീടൊരു വേദിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. ഒന്നും ഉപേക്ഷിച്ച് കളയാതെ പഴയ തന്ത്രങ്ങളും പഴയ രീതികളും പഴയ പരിശീലനവും ഒക്കെ മനസ്സിൽ ഓർമ്മയിൽ വരികയും അതിൽ നല്ലത് മാത്രം തിരഞ്ഞെടുത്ത് അതൊക്കെ പാലിക്കുവാനായി ശ്രമിക്കുകയും ചെയ്യുക. അധികാര പരിധിയിൽപ്പെടുന്ന കാര്യങ്ങൾ ആത്മാർത്ഥതയോടുകൂടി പ്രാവർത്തികമാക്കുവാൻ നന്നായിട്ട് പരിശ്രമിക്കുമ്പോൾ എല്ലാം വിജയത്തിൽ വന്നു ചേരും. ഗ്രഹ അന്തരീക്ഷം കൂടുതൽ ശോഭനമായി തീരുന്നതാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ വിജയപ്രാപ്തി ഉണ്ടാവും. വ്യാഴപ്രീതി വരുത്തുന്നത് മൂലം ദൈവാധീനം വർദ്ധിക്കുകയും ഗുരുക്കന്മാരുടെയും പിതൃക്കളുടെയും ഒക്കെ അനുഗ്രഹത്താൽ എല്ലാം ശുഭമായി തീരുന്നതാണ്. രാശിനാഥയായ മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാവിഷ്ണുവിനൂടെ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ സന്താന ഗോപാലമൂർത്തിയായ പൂർണ്ണത്രേസ്യനെയും ഗുരുവായൂരപ്പനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ദൈവാധീനവും വന്നു ചേരുന്നതാണ്. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാലോചിതമായ മാറ്റങ്ങൾ പ്രവർത്തന തലങ്ങളിൽ പ്രാബല്യത്തിൽ വരുത്തുവാനായി തയ്യാറാകും. ചുമതലകൾ വർദ്ധിക്കുന്ന വിഭാഗത്തിലേക്ക് ചിലപ്പോൾ സ്ഥലം മാറ്റവും ലഭിച്ചേക്കാം. ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങളും ആശയങ്ങളും ഒക്കെ പലപ്പോഴും മനസ്സിലാക്കാൻ പ്രവർത്തിക്കുവാൻ ശ്രമിക്കും. അതുല്യ പ്രതിഭകളുമായുള്ള ആത്മബന്ധം നിലനിർത്തിക്കൊണ്ടുപോകും. പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കുന്നതിനും ജീവിത രീതിക്ക് തന്നെ വ്യക്തമായ വഴിത്തിരിവുണ്ടാക്കുന്നതിനും അത് ഉപകരിക്കും. ക്ലേശകരമായ വിഷയങ്ങളാണെന്ന് തോന്നുന്നത് കൂടുതൽ ആണെങ്കിലും സ്തുത്യർഹമായ നല്ല പേരും പ്രശസ്തിയും വന്നു ചേരുന്നതിനുള്ള വന്നു ചേരുവാൻ പറ്റിയ രീതിയിൽ സേവനം ചെയ്യുവാൻ സാധിക്കും. ആ സേവനം നന്നായി ചെയ്യുന്നത് കൊണ്ട് തന്നെ സേവന പ്രവർത്തനങ്ങൾ നന്നായി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആത്മാഭിമാനം വർദ്ധിക്കും. സന്താനങ്ങൾക്ക് പ്രശസ്തി വന്നു ചേരും. അതായത് ഗുരുകാരണവന്മാരുടെ അർത്ഥവ്യാപ്തിയോടുകൂടിയ വചനങ്ങൾ തനതായ മൂല്യങ്ങളോടുകൂടി സ്വീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫലസിദ്ധി വന്നു ചേരുന്നതാണ്. സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഒരു പരിധിവരെ മാറിക്കിട്ടും. കടം കൊടുക്കാതിരുന്ന മുതലൊക്കെ അല്പസ്വല്പമായി തിരിച്ചു കിട്ടുമ്പോൾ മനസ്സിന് സന്തോഷവും സംതൃപ്തിയും വന്നു ചേരും. കുടുംബാന്തരീക്ഷം കുടുംബ യോഗങ്ങളും അതുപോലെ ദൈവിക യാത്രകളുമൊക്കെ ചെയ്യുന്നത് മൂലം കുടുംബത്തിലും ഇണയുടെ ഇടയിലുമൊക്കെ അതായത് കുടുംബ അന്തരീക്ഷം കൂടുതൽ ശോഭനമായി തീരുന്നതാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ ഈ ശുഭദിനത്തിൽ സാധിക്കട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ മഹാവിഷ്ണുവിനെ കൂടി പ്രാർത്ഥിച്ച് 9 നിൽക്കുന്ന വ്യാഴത്തിൻ്റെ പൂർണ്ണ ദൈവാധീനം അനുഭവിക്കുവാൻ സാധിക്കട്ടെ. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളെ അനുസരിക്കുക വഴി അവരെ ആദരിക്കുകയും അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും വേണ്ട വിധത്തിൽ നിറവേറ്റുകയും ചെയ്യുന്നത് മൂലം എല്ലാവരുടെയും ആദരവിന് പാത്രമാവുകയും അതുവഴി മനസ്സമാധാനം ലഭിക്കുകയും ചെയ്യും. കുടുംബാംഗങ്ങളുടെ നിർബന്ധത്താൽ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഉദ്യോഗത്തിന്
കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. കർമ്മരംഗത്ത് കുറച്ച് ഒരു മാറ്റം വരുത്തുന്നത് നന്നായിരിക്കും. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ദാമ്പത്യ ഐക്യതയും വന്നു ചേരും. ബൃഹത്തായ വികസന പദ്ധതി ആസൂത്രണ സംഘത്തിലൊക്കെ ഉൾപ്പെടുവാനിടയാവുന്നതിനാൽ ആത്മാഭിമാനം തോന്നും. സ്വതസിദ്ധമായ ശൈലി പലർക്കും മാതൃകാപരമായി എന്നറിയുമ്പോൾ അല്പം ആശ്വാസം തോന്നും. പഠിച്ച വിഷയത്തോടനുബന്ധമായി ഉദ്യോഗം ലഭിക്കും. അർഹമായ കാര്യങ്ങൾ അനുഭവത്തോടുകൂടി പ്രാബല്യത്തിൽ വരുത്തും. നിരവധി കാര്യങ്ങൾ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കുന്നതിൽ ആത്മസംതൃപ്തി ഉണ്ടാകും. അശ്രാന്ത പരിശ്രമത്താൽ തൊഴിൽ മേഖലയിലുള്ള അനിശ്ചിതാവസ്ഥയൊക്കെ മാറ്റിയെടുക്കുവാനാവും. അതുപോലെ തന്നെ സന്താനങ്ങളുടെ കാര്യത്തിൽ ഒരു കൂട്ടായ തീരുമാനമെടുത്തുകൊണ്ട് അവരുടെ വിജയപ്രാപ്തി ലക്ഷ്യമാക്കി പ്രവർത്തിക്കും. കുടുംബ അന്തരീക്ഷം ശോഭനമാക്കുന്നത് പോലെ തന്നെ കർമ്മ മേഖലയിലും മാറ്റങ്ങൾ വരുത്തും. എല്ലാവിധ സൗഭാഗ്യങ്ങളും ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുഭവത്തിൽ വന്നു ചേരുവാൻ രാശിനാഥയായ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തോടുകൂടി വിഷ്ണു ഭഗവാനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ 8ലാണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ പോലും വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതിലൂടെ ഭാഗവത സപ്താഹത്തിലൊക്കെ പങ്കുചേരുന്നതിലൂടെ ദാനധർമ്മങ്ങൾ ചെയ്യുക, വ്യാഴാഴ്ച വ്രതമൊക്കെ എടുക്കുമ്പോൾ എല്ലാവിധ ദൈവിക അനുഗ്രഹങ്ങളും ഉണ്ടാവും. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരും. കലാകായിക സാഹിത്യ രംഗത്തുള്ളവർക്ക് ഒരു പുനരാവിഷ്കാരം, സാഹിത്യരംഗങ്ങളിലുള്ള ഒരു ആവിഷ്കാരം ജനശ്രദ്ധ ആകർഷിക്കുന്നതിന് വഴിയൊരുക്കും. കുട്ടികൾക്ക് കൂടുതൽ പേരും പ്രശസ്തിയും വന്നു ചേരുന്നതിനനുസരിച്ചിട്ട് പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തും. അവരെ വേണ്ട പരിശീലനങ്ങളിലൊക്കെ പങ്കെടുപ്പിക്കും. പരിശീലന കോഴ്സുകളിലൊക്കെ ചേർത്ത് വിജയസാധ്യത ഉറപ്പുവരുത്തും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാക്കുന്നതിനുള്ള കർമ്മ പദ്ധതികൾ പ്ലാൻ ചെയ്യും. പരീക്ഷയ്ക്ക് തൃപ്തിയായ വിധത്തിൽ എല്ലാ പരീക്ഷകളിലും തൃപ്തിയായ വിധത്തിൽ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം വളരെ നേരത്തെ തന്നെ തുടരുകയും അത് വിജയത്തിലെത്തിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനകളുടെ അളവ് കൂടി കൂട്ടുകയും ചെയ്യും. ഉപരിപഠനം പൂർത്തീകരിക്കുന്നതിനും ആനുകൂല്യങ്ങളും സ്ഥാനമാനങ്ങളുമായുള്ള ഉദ്യോഗം ലഭിക്കുന്നതിനുമുള്ള അവസരം വന്നു ചേരും. സാഹചര്യങ്ങൾക്കനുസൃതമായ പ്രവർത്തനങ്ങളും സമീപനങ്ങളും ആദരവിന് വഴിയൊരുക്കും. നിഷ്ഠയോടുകൂടിയ പ്രവർത്തന ശൈലി ലക്ഷ്യപ്രാപ്തിയിലെത്തും. വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടുവാനും വിനിമയം ചെയ്യുവാനുമുള്ള അവസരം വന്നു ചേരും. സമത്വഭാവനയും സുതാര്യമായ മനസ്സും ആദരവിനൊക്കെ വഴിയൊരുക്കും. അഭിലാഷങ്ങൾ സഫലമാകുന്നതിനാൽ അതിനായിട്ട് പരിശ്രമിക്കുകയും വിജയം വന്നു ചേരുകയും ചെയ്യും. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തിക്കൊണ്ടുപോകാൻ രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം രാജഗോപാല മന്ത്രം ജപിക്കുന്നതും വിദ്യാഗോപാല മന്ത്രം കുട്ടികൾക്കായി വിദ്യാഗോപാല മന്ത്രാർച്ചനയൊക്കെ നടത്തുന്നത്, വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്, വ്യാഴാഴ്ച വ്രതമെടുക്കുന്നത്, വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് ഉത്സാഹവും വിദ്യാഗുണവും പരീക്ഷയിൽ അർഹമായ വിജയവുമൊക്കെ ഉണ്ടാകും. ഈ കച്ചവടത്തിലെ സുതാര്യത കുറവ്, വ്യക്തമായ എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കാത്തതിനാൽ അതിൽ നിന്നൊന്ന് വിട്ടുമാറി നിൽക്കുന്നത് നന്നായിരിക്കും. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രമൊക്കെ ലഭിക്കും. അർഹമായ പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കും. പ്രായാധിക്യമുള്ളവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് അവസരം ലഭിക്കും. ഈശ്വരാർപ്പിതമായ ലാഭേച്ഛ കൂടാതെ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും അന്തിമ ലക്ഷ്യപ്രാപ്തി ഉണ്ടാവും. അസാധാരണ വ്യക്തിത്വമുള്ളവരുമായി സൗഹൃദങ്ങൾ പങ്കുവയ്ക്കും. ആ സൗഹൃദം കൊണ്ട്
പിന്നീട് വളരെ പ്രയോജനമുണ്ടാകും. വർഷങ്ങൾക്ക് ശേഷം പൂർവിക തറവാട്ടിൽ താമസിക്കുന്നതിനുള്ള അവസരം വന്നു ചേരും. വിശേഷപ്പെട്ട ദേവാലയങ്ങളിൽ ദർശനം നടത്തുവാൻ അവസരമുണ്ടാകും. മാതാപിതാക്കളും സന്താനങ്ങളും ഒരുമിച്ച് ഒരു ഏതെങ്കിലും വിശേഷങ്ങളിൽ പങ്കെടുക്കുവാൻ അവസരമുണ്ടാകും. അതുവഴി സന്തോഷവും സമാധാനവും വന്നു ചേരും. ഏത് പ്രതിസന്ധി ഘട്ടത്തെയും അതിജീവിക്കുവാൻ ശ്രമിക്കും. കർമ്മരംഗത്ത് വരുന്ന എല്ലാവിധ കഷ്ടപ്പാടുകളും അതുപോലെ കുടുംബത്തിലെ അസ്വാസ്ഥ്യങ്ങളും എല്ലാം ക്ഷമിക്കുന്നതോടുകൂടി ദൈവീക പ്രാർത്ഥനയാൽ എല്ലാം ശുഭപര്യവസാനിയായി തീരുന്നതാണ്. വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ രാശിനാഥനായ ആഞ്ജനേയ സ്വാമി, അതുപോലെ തന്നെ വിഷ്ണുമായ സ്വാമി, ചത്തൻ സ്വാമിമാരെ, അതുപോലെ ശ്രീധർമ്മശാസ്താവിനെയൊക്കെ പ്രാർത്ഥിക്കുകയും നവാഹത്തിൽ ശ്രീ ഭാഗവത സപ്താഹത്തിലൊക്കെ പങ്കുചേരുന്നതും ആത്മീയ പ്രഭാഷണങ്ങളൊക്കെ നടത്തുവാൻ വേണ്ട ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ മനസ്സിന് മാത്രമല്ല കർമ്മരംഗത്ത് കൂടുതൽ തെളിമ വന്നു ചേരും. എല്ലാം അനുകൂലമായി തീരുവാൻ ദൈവീകമായ ഒരു പിൻബലം കൂടിയേ കഴിയൂ. അതിനുവേണ്ടി ശ്രമിക്കൂ. അല്പം ക്ഷമാശീലം കൂടി ഉണ്ടെങ്കിൽ വിജയം ഉറപ്പാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം നിലപാടിൽ നിന്നും സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾക്ക് പ്രതീക്ഷിച്ചതിലുപരി അംഗീകാരവും ആനുകൂല്യങ്ങളും വന്നു ചേരും. വ്യാപാര വിതരണ മേഖലകളിൽ നിന്നും പ്രതീക്ഷിച്ചതിലുപരി പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. സന്മനസ്സുള്ളവരുമായ സഹവർത്തിത്വ ഗുണത്താൽ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും. നിശ്ചയദാർഢ്യത്തോടു കൂടിയ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കും. വിജയപ്രതീക്ഷകൾ പലതും സഫലമാകും. അവതരണ ശൈലിയിൽ പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കുന്നത് വഴി അംഗീകാരവും പ്രശസ്തിയും ലഭിക്കും. കർമ്മരംഗത്ത് പുതിയ തന്ത്രങ്ങൾ പ്രയോഗിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ സഹപാഠികളോടൊപ്പം താമസിച്ച് പഠിക്കുന്നതിനുള്ള അവസരം ലഭിക്കും. പുണ്യതീർത്ഥ ദേവാലയ സന്ദർശനത്തിനൊക്കെയുള്ള അവസരം വന്നു ചേരും. ഊഹോപോഹങ്ങളിൽ അതിജീവിക്കും. ഊഹോപോഹ കച്ചവടങ്ങളിലൊക്കെ വന്നു ചേരുന്ന ഇല്ലായ്മകൾ, കുറവുകളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഏത് കാര്യത്തിൽ പ്രവർത്തന ശൈലിയിൽ കാലോചിതമായ പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കുവാൻ സാധിക്കുന്നത് നല്ലതാണ്. പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കുവാനുള്ളൊരു ആർജവം വന്നു ചേരും. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശം നടത്തുവാനുള്ള ഒരു സമയം കണ്ടെത്തും. ജാമ്യം നിൽക്കുന്നതും പണം കടം കൊടുക്കുന്നതുമൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. സ്വന്തം ചുമതലകൾ അന്യരെ ഏൽപ്പിക്കുന്നതിലും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ വളരെ ആത്മാർത്ഥമായി പരിശ്രമിക്കണം. രാശിനാഥനായ വിഷ്ണുമായ സ്വാമി, ചത്തൻ സ്വാമി, അതുപോലെ തന്നെ ആഞ്ജനേയ സ്വാമി, ധർമ്മശാസ്താവ്, ശനീശ്വരൻ ഇവരുടെയൊക്കെ അനുഗ്രഹത്തോടൊപ്പം തന്നെ വിഷ്ണു ഭഗവാനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ വ്യാഴ പ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായും ഗുണഫലം നമ്മളെ തേടിയെത്തുക തന്നെ ചെയ്യും. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാൻ സാധിക്കും. സന്തോഷവും സന്തുഷ്ടിയുള്ള ജീവിതം നയിക്കുവാൻ കഴിയും. വിദ്യാർത്ഥികൾക്കും ശാസ്ത്രജ്ഞന്മാർക്കും ഗവേഷകർക്കും അനുകൂല അവസരങ്ങളും അംഗീകാരവും ബഹുമതിയും വന്നു ചേരും. മറ്റുള്ളവരുടെ ഉയർച്ചയെ അഭിനന്ദിക്കുന്നത് വഴി ആത്മാഭിമാനം ഉണ്ടാകും. അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. സന്താന സൗഭാഗ്യത്തിനുള്ള യോഗമുണ്ടാകുന്നു. വാഹനം മാറ്റി വാങ്ങുവാനുള്ള അവസരവും വന്നു ചേരും. പുതിയ ഭരണ സംവിധാനം പ്രയോജനപ്പെടുന്ന വിധത്തിലേക്ക് മാറ്റുവാൻ കഴിയും. ഉപഭോക്താവിൻ്റെ ആവശ്യം പരിഗണിച്ച് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കും. തൊഴിൽ മേഖലകളിൽ അഭൂതപൂർവമായ പുരോഗതിയും സമ്പൽ സമൃദ്ധിയും പ്രതാപവും ഐശ്വര്യവും എല്ലാം വന്നു ചേരുന്നതാണ്. എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരുമ്പോഴും സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും. കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപൂർണ്ണമാകുവാൻ വേണ്ട കുടുംബയോഗങ്ങളിലൊക്കെ പങ്കുചേരുന്നത് നന്നായിരിക്കും. കുടുംബാംഗങ്ങളുമൊത്ത് ദേവാലയ ദർശനമൊക്കെ നടത്തുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ
തന്നെ ഏത് കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവരുടെ കർമ്മ മേഖലയിലെ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ലാഭേച്ഛയേക്കാൾ കർമ്മത്തിന് നല്ല സത്ഫലം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തി ചെയ്യുമ്പോൾ വിജയം ഉറപ്പാണ്. അതുവഴി ആത്മസംതൃപ്തിയും അംഗീകാരവും ലഭിക്കും. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ ഈ ദിവസത്തിന് സാധിക്കട്ടെ. ഈ ദിവസം ഒരു പൂർണ്ണ സന്തോഷമുള്ള സംതൃപ്തി നൽകുന്ന ഒരു ദിവസമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. 27 നക്ഷത്രക്കാർക്കും, അതായത് 12 രാശിയിലുള്ളവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് വിഷ്ണു ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.